പ്രാണപ്രിയ നിൻ സ്നേഹമോർത്ത് എന്നുള്ളം നന്ദിയോടെ തുള്ളിടുന്നു. എൻ പ്രാണപ്രിയ നിൻ സ്നേഹമോർത്ത് എന്നുള്ളം നന്ദിയോടെ തുള്ളിടുന്നു. ഇനിയൊരു യഹൂദൻ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ യാഗങ്ങളും അർപ്പിച്ചെന്ന് പറഞ്ഞാലും ആ യാഗങ്ങളൊന്നും വിലയില്ലാത്തതായി പോയിരിക്കുന്നു. കാര്യം അത് നീങ്ങിപ്പോയി, അത് കഴിഞ്ഞു, ആ കാലം കഴിഞ്ഞു. യാഗങ്ങൾ കൊണ്ട് ഇനി ഒരാൾക്ക് നീതീകരിക്കപ്പെടുവാൻ കഴിയില്ല. ഇനിയിപ്പോൾ വിശ്വാസമാർഗമല്ലാതെ യഹൂദന് പോലും രക്ഷിക്കപ്പെടാൻ പറ്റില്ല. നമുക്കൊക്കെ ഒരു വലിയ പ്രോബ്ലമുണ്ട്. യഹൂദൻ എന്തോ പ്രത്യേക പാർട്ടികളാണെന്നും അവന്മാരെ ഇപ്പോഴും ദൈവം വേണമെങ്കിൽ അങ്ങ് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുമെന്നും, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത യഹൂദനെ കൂടെ അങ്ങ് കൊണ്ടുപോകുന്നതാണ് പലരുടെയും ചിന്ത. യഹൂദൻ ഇന്ന് ഏതൊരു ജാതിയെയും പോലെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇപ്പം ഈ മൊസാദും മറ്റുള്ള ആളുകളും ഒക്കെ യഹൂദന്മാർക്ക് വേണ്ടി ഒത്തിരി പ്രചരണങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടത്തുന്ന ആളുകളുണ്ട്. അത് അവരുടെ രാഷ്ട്രീയ നയമാണ്, അല്ലാതെ അതിനകത്ത് നമ്മൾ വേദപുസ്തകത്തെ കൂട്ടിക്കുഴച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പം യഹൂദന്മാരെ എല്ലാം യെരുശലേമിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ പറയുന്നത് എല്ലാ യഹൂദന്മാരും എവിടെ ചെല്ലണം? യെരുശലേമിൽ ചെല്ലണം. അങ്ങനെ യെരുശലേമിൽ ചെല്ലുമ്പോഴാണ് കർത്താവ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജോലിയാണ് എന്ത് ചെയ്യേണ്ടത്? എല്ലാ യഹൂദന്മാരെയും ഇവിടുന്ന് എവിടെ കൊണ്ടുപോകണം? യെരുശലേമിൽ കൊണ്ടുപോകണം. അതിനുവേണ്ടി നിങ്ങൾ കാശ് തരണം എന്ന് പറഞ്ഞ് കാശ് പിടിക്കുന്നവരും ഉണ്ട്. പിടിക്കുന്നുണ്ടെന്നല്ല, പിടിച്ചോണ്ടിരിക്കുകയാണ്. യഹൂദന്മാരെ അല്ല എവിടെ കൊണ്ടുപോകാൻ? യെരുശലേമിൽ കൊണ്ടുപോകാൻ. എൻ്റെ പ്രിയമുള്ളവരെ, യഹൂദന്മാരെ യെരുശലേമിൽ കൊണ്ടുപോകാനല്ല നോക്കേണ്ടത്, യഹൂദന്മാരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നോക്ക്. യഹൂദന്മാരെ യെരുശലേമിൽ കൊണ്ടുപോയി നമ്മൾ നിശ്ചയിച്ചവന്മാർ അമേരിക്കയിലുള്ള യഹൂദന്മാരെല്ലാം കൂടെ യെരുശലേമിലേക്ക് പോകുമോ? അല്ല പോയാൽ അവന്മാർ എവിടെ താമസിക്കും? വെറുതെ അവർക്ക് വഴക്കുണ്ടാക്കരുതേ. അവിടെ പോയി അവൻ എവിടെയെങ്കിലും ജീവിക്കട്ടെ. അവന്മാരെല്ലാം കൂടി ഇപ്പോൾ യെരുശലേമിൽ ചെന്ന് എന്തെടുക്കാൻ? ഇനി നമ്മൾ കാശ് കൊടുത്താൽ പോകുമോ? ഇവിടെ ഈ കൊച്ചി കിടക്കുന്ന യഹൂദന്മാരൊക്കെ കോടീശ്വരന്മാരാണ്. ആകെപ്പാടെ 10-18 ഉള്ളൂ. അവന്മാർക്ക് നമ്മൾ കാശ് കൊടുക്കാൻ വണ്ടിക്കൂലി ഇല്ലാഞ്ഞിട്ടാണോ അവന്മാർ പോകാത്തത്? എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുക. ഇതൊക്കെ പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. സുവിശേഷത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും സ്പെൻഡ് ചെയ്യേണ്ട കാശൂടെ അതിനുവേണ്ടിയുള്ള എഫേർട്ട്, പണം തന്നെയല്ലല്ലോ, ഇതിനുവേണ്ടി ബ്രോഷർ അടിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട റിസോഴ്സസും മാനവ ശക്തിയും നമുക്ക് തന്നിരിക്കുന്ന റിസോഴ്സസും നമ്മുടെ എഫേർട്ടും എല്ലാം നമ്മൾ എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു? നമ്മളെ ഡിസ്റ്റോർട്ട് ചെയ്യാനായിട്ട് പിശാച് ഉണ്ടാക്കുന്ന തന്ത്രങ്ങളാണ് ഇതുപോലെയുള്ള വ്യാജമായ ചിന്താഗതികൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നെന്ന് പറയുന്നത്. യഹൂദനും രക്ഷിക്കപ്പെടാൻ ഒന്നേ ഉള്ള മാർഗം എന്ത്? വിശ്വാസമാർഗം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവൻ്റെ ലൈഫ് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ യഹൂദനും രക്ഷിക്കപ്പെടും. യഹൂദന്മാരെ യഹൂദന്മാരെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷെ അവന് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ ആരേ ഉള്ള മാർഗം? യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആരെങ്കിലും ഇതിൻ്റെ പേരിൽ നിങ്ങളെടുത്ത് കാശ് പിടിക്കാൻ വന്നാൽ നിങ്ങൾ വെറുതെ അബദ്ധത്തിലാകത്തേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളടുത്തും വരും ചിലപ്പം. ഇവിടെയൊക്കെ ഉണ്ട്, കൊച്ചിയിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ പാർട്ടികൾ. യഹൂദന്മാരെ എല്ലാം കൂടെ യെരുശലേമിൽ പറഞ്ഞു വിടാൻ. അവൻ യെരുശലേമിൽ ചെന്ന് നമ്മളെന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ അതുകൊണ്ട് എന്താ മാർഗം? യെരുശലേം എന്ന് പറയുന്നത് ഒരു സ്ഥലം. ഒരിക്കൽ ദൈവം അവരോട് ഇടപെട്ടിരുന്നു. അവരുടെ ഒരു കാലഘട്ടം ദൈവം അവർക്ക് കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ യെരുശലേം എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലമൊന്നുമല്ല. യേശു നടന്ന വഴിയിലൂടെ അവിടെ പോയി കാണുന്നതിനകത്തൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, യേശു നടന്ന വഴിയിലൂടെ നിങ്ങൾ നടക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വഴിയിലൂടെ യേശു നടക്കാൻ ഇങ്ങോട്ടൊന്ന് പോകുന്നതാണ്. യേശു താമസിച്ച വീട് അവിടെ കാണാൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നതോ യേശുവിൻ്റെ കല്ലറ കാണുന്നതോ പോയി കണ്ടോ, എനിക്ക് അതിനകത്ത് വിരോധമൊന്നും ഉണ്ടായിട്ട് പറയല്ല. പക്ഷേ അതൊരു പിൽഗ്രിമേജ് ഒന്നുമല്ല. അവിടെ പോയി കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പം പ്രതിഫലമൊന്നും ഇല്ല. പിന്നെ ചരിത്രം പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടോ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനൊരു പിൽഗ്രിമേജായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. അവിടെ ചെന്ന് അത് കണ്ടതുകൊണ്ട് അതൊരു തീർത്ഥയാത്രയൊന്നുമല്ല. അങ്ങനെ ഒരു കാര്യമില്ല. യഹൂദന്മാർക്ക് ആ രീതിയിലുള്ള പ്രത്യേകതയില്ല. ആർക്കും ഇന്ന് എന്തേ ഉള്ളൂ മാർഗം? വിശ്വാസത്തിൻ്റെ മാർഗം മാത്രമേ ഉള്ളൂ. എന്താണ് വിശ്വാസം? നമ്മളുടെ ജീവിതം അതായത് നമ്മളുടെ ശരീരത്തിലും മനസ്സിലും ജീവിതത്തിലും നമ്മൾ ക്രൂശിക്കപ്പെട്ടിട്ട് അവിടെ ആര് ജീവിക്കണം? ക്രിസ്തു ജീവിക്കണം. അങ്ങനെ ഉള്ള സമർപ്പണമാണ്, അർപ്പണമാണ്, യാഗാർപ്പണമാണ് ശരിക്കും ഫെയ്ത്ത് എന്ന് പറയുന്നത്. അങ്ങനെ അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അങ്ങനെ മനുഷ്യൻ 28 chapter 3 of Romans chapter 3 verse 28 അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം
അനുമാനിക്കുന്നു. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. നോക്ക്, അവിടെ പരിച്ഛേദനക്കാരെന്ന് പറയുന്നത് ആരാണ്? യഹൂദന്മാര്. അഗ്രചർമ്മികൾ എന്ന് പറയുന്നത് വിജാതീയരായ ആളുകൾ. അവൻ എന്ത് ചെയ്യുന്നു? വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. രണ്ടു കൂട്ടരെയും നീതീകരിക്കാനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു മാർഗമേ ഇന്നുള്ളൂ. എന്ത്? ഫെയ്ത്ത്. ഫെയ്ത്ത് മാത്രമേ ഉള്ളൂ, വിശ്വാസമാർഗം. എന്താണ് വിശ്വാസം? ദൈവത്തിന് ജീവിക്കാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഫെയ്ത്ത്. ആ മാർഗത്തിലൂടെ മാത്രമേ യഹൂദനും രക്ഷയുള്ളൂ. വേറെ ഒരു മാർഗവുമില്ല. അത് നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടത് അനിവാര്യമായിരിക്കുന്നു. അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? അല്ല, ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവം ആകുന്നു. യഹൂദൻ ചിന്തിച്ചത് അവൻ്റെ ദൈവമാണ് യഹോവ എന്നാണ്, അല്ലെങ്കിൽ അവൻ മറ്റുള്ള ജാതികൾക്ക് വേറെ ദൈവം. അങ്ങനെ ജാതികൾക്ക് വേറെ ദൈവമില്ല. രക്ഷ പ്രാപിക്കുവാനായിട്ട് യഹൂദനൊരു ദൈവവും ജാതികൾക്കൊരു ദൈവവും ഇല്ല. രക്ഷ പ്രാപിക്കുവാൻ മലയാളിക്കൊരു ദൈവവും ഹിന്ദിക്കാരന് വേറൊരു ദൈവവും ഇല്ല. ഈ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ സുവിശേഷീകരണത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നത്. ഇത് ഞാൻ ചിലപ്പം തിരിച്ചു പറയാറുണ്ട്, അല്ല, ദൈവം മലയാളിയുടെ ദൈവം മാത്രമോ? അല്ല, ഹിന്ദിക്കാരൻ്റെയും ദൈവം അല്ലയോ എന്നുള്ള വായിച്ചാലും കുഴപ്പമില്ല. നമ്മുടെയൊക്കെ ചിന്ത ദൈവം ആരുടെ ദൈവം മാത്രമാണെന്നാ? മലയാളിയുടെ ദൈവമാണെന്നാ. അതുകൊണ്ടെന്താ, നമുക്ക് മലയാളികളെ മതി. അവൻ ഹിന്ദിക്കാരുടെയും ദൈവമല്ലയോ? ഞാൻ ചിലപ്പം പറയാറുണ്ട്, നമ്മൾ ഹിന്ദിക്കാരുടെ അടുത്തോട്ട് പോകാതെ വന്നപ്പം ദൈവം ചിന്തിച്ചെന്നാൽ ഹിന്ദിക്കാരനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാമെന്ന്. ഏതാണെങ്കിലും ഇവിടുത്തെ മലയാളികളായ ദൈവമക്കളെ എല്ലാം കർത്താവ് ഉത്തേജിപ്പിച്ച് പോടാന്ന് പറഞ്ഞ് 10,000 പ്രാവശ്യം പറഞ്ഞു വിട്ടിട്ടും ഒരുത്തനും പോകുന്നില്ല. പിന്നെ ഇവനെ രക്ഷിക്കാൻ എന്താ മാർഗം? ഹിന്ദിക്കാരനെ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഹിന്ദിക്കാരെ എല്ലാം കൂടെ കൊച്ചിയിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുക, അല്ലെങ്കിൽ കേരളത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുക. ഇന്നിപ്പം വഴി ചോദിക്കാൻ പോലും പറ്റത്തില്ല. വഴി ചോദിച്ചു കഴിഞ്ഞാലും ഹിന്ദിയിലാണ് മറുപടി പറയുന്നത്. അതുപോലെ ഹിന്ദിക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. പക്ഷെ കൊണ്ടിട്ടിട്ട് എന്താ കാര്യം? ഹിന്ദിക്കാരെ കേരളത്തിലേക്ക് ദൈവം കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവൻ എങ്ങനെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ എന്നല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. എന്ത്? അവർ രക്ഷിക്കപ്പെടണം, അവൻ യേശുവിനെ മനസ്സിലാക്കണം. ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ? അല്ല, ദൈവം ആരുടെയും ദൈവമാണ്? ജാതികളുടെയും ദൈവമല്ലയോ? നമ്മൾ ഈ സഭകളിൽ പാട്ടും പാടി ആരാധിച്ച്, അതിനൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ നമ്മൾ സന്തോഷമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. പകരം നമ്മൾ ആരെക്കുറിച്ച് ആലോചിക്കണം? വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ വിജാതീയരായ ആളുകളെക്കുറിച്ച് അറിയണം. പൗലോസ് പറയാണ്, ആ മർമ്മം ദൈവം എനിക്ക് വെളിപ്പെടുത്തി. എന്ത്? ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രം അല്ല, വിജാതീയരുടെയും ദൈവമല്ലയോ? അങ്ങനെ വിജാതീയർ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാകണമെന്നുള്ള ദൈവ മർമ്മം എനിക്ക് വെളിപ്പെട്ടത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരുടെ ഇടയിലുള്ള അപ്പോസ്തോലികത്വം എന്നെ ഭരമേൽപ്പിച്ചു. നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. എന്ത്? ഈ വരുന്ന വ്യക്തികളുടെ ഇടയിലുള്ള സുവിശേഷീകരണത്തിൻ്റെ ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തോടുകൂടെ ജീവിക്കുവാൻ, ആ ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭരമേൽപ്പിച്ചിരിക്കുന്നു. ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണമെന്നുള്ള മർമ്മം എനിക്ക് ദൈവം വെളിപ്പെടുത്തി. നമ്മൾ എഫെസ്യർ ലേഖനം 3-ാം അധ്യായത്തിൽ വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ രസകരമായ ഒരു കാര്യമുണ്ട്. ഈ സഭയുടെ, ഇനിയിപ്പോൾ നമ്മൾ പറയുന്നതെല്ലാം സഭയുമായുള്ള ദൈവത്തിൻ്റെ ബന്ധത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ നേരത്തെ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും ഉള്ള കാര്യങ്ങളും മനുഷ്യനും ദൈവവും നമ്മൾ യോജിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ദൈവം ഡീൽ ചെയ്യുന്നത് വ്യക്തികളോട് മാത്രമല്ല. വ്യക്തികളോട് ദൈവം ഇടപെടുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ദൈവം ഒരു വ്യക്തിയെ വിളിക്കുന്നത് വ്യക്തിപരമായാണ്, പക്ഷെ വിളിച്ചാക്കുന്നത് സഭയിലേക്കാണ്. ദൈവം ഇൻഡിവിജ്വലായിട്ടൊരു വ്യക്തിയെ വിളിക്കുന്നു, പക്ഷെ വിളിച്ചിട്ട് എങ്ങോട്ടാക്കി വയ്ക്കുന്നു? സഭയിലേക്ക്. അതുകൊണ്ട് സഭയ്ക്കകത്ത് നിന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്. നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നെന്ന്. സഭ മുഖാന്തരം അറിവായി വരുന്നു. അതായത് ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്
സഭയിലൂടെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ദൈവം ഡീല് ചെയ്യുന്നത് സഭയോടാണ്. ഈ കാലഘട്ടത്തിൽ, ഈ യുഗത്തിൽ ദൈവം ഡീൽ ചെയ്യുന്നത് സഭയോട്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? ദൈവം ഒരു കാലഘട്ടത്തിൽ യഹൂദന്മാരോട് അവരോട് ഡീൽ ചെയ്തുകൊണ്ടിരുന്നു. അവരുമായിട്ടായിരുന്നു ഡീലിംഗ് അല്ല. ഏതെങ്കിലും ഒരു വിജാതീയന് ദൈവത്തെ അറിയണമെങ്കിൽ പോലും യഹൂദൻ്റെ അടുത്ത് എന്നേ പറ്റുള്ളായിരുന്നു. കാര്യം വെളിപ്പാടുകൾ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അരുളപ്പാടുകൾ അവർക്കുള്ളത്, വെളിപ്പാടുകൾ അല്ലെങ്കിൽ എന്താണ് സ്ക്രിപ്റ്റേഴ്സ് അവർക്കുള്ളത്, എല്ലാം അവർക്കുള്ളതല്ലേ. യഹൂദന് വല്ല പ്രത്യേകതയുണ്ടോ? പല വിധത്തിലും ഉണ്ട്. അവർക്കാണ് കൽപ്പന ലഭിച്ചിരിക്കുന്നത്, അവർക്കാണ് വെളിപ്പാട് ലഭിച്ചിരിക്കുന്നത്, അവർക്കാണ് വേദപുസ്തകം കിട്ടിയിരിക്കുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ പോയി. ഇപ്പൊ യഹൂദനല്ല, ആർക്കാണ്? സഭയ്ക്ക്, നമുക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരമാണ് ഈ കാര്യങ്ങൾ. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. സഭയിലൂടെ മാത്രമേ ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളതാണ് എന്നാ പൗലോസോട് പറയുന്നത്. സഭ മുഖാന്തരം മാത്രം. കാര്യം എല്ലാം ദൈവം ഡീൽ ചെയ്യുന്നത് സഭയുമായിട്ടാണ്. നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ കണ്ട കാര്യമാണ്. 21 മുതലുള്ള വാക്യങ്ങൾ 1-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ, അവിടെ വേഴ്സ് 21 ഓൺവേഴ്സ് വായിച്ചപ്പോൾ, അവൻ സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്തെ ക്രിസ്തുവിനെ, വേഴ്സ് 20 ഓൺവേർഡ്സ് മലയാളത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്, അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള അതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സഭയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ ഡയറക്റ്റ് ബന്ധം ദൂതന്മാർക്കല്ല, സഭയ്ക്കാണ്. ക്രിസ്തുവിനെ ദൈവം, ക്രിസ്തുവിൻ്റെ മർമ്മം നാം മുഖാന്തരമാണ്. ഇനിയിപ്പം ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കനുസരിച്ച്, നമ്മൾ 3-ാം അധ്യായത്തിൽ വായിച്ചതനുസരിച്ച്, ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരം. അതായത് സ്വർഗത്തിലുള്ള ദൂതന്മാർ പോലും യേശുക്രിസ്തുവിലൂടെ ദൈവം നിർവഹിക്കുന്ന ആ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നുള്ളത് ദൂതന്മാർക്കല്ല ദൈവം വെളിപ്പെടുത്തിയത്. ആർക്കാ വെളിപ്പെടുത്തിയത്? സഭയ്ക്കാണ് വെളിപ്പെടുത്തിയത്. ദൂതന്മാർ പോലും സഭയിലൂടെയാണ് അതറിയുന്നത്. അല്ലാതെ നമുക്കൊക്കെ ചിന്തയുണ്ട്, നമ്മളെക്കാളൊക്കെ വലിയ കൂടിയ പാർട്ടികളാണ് ദൂതന്മാരെന്ന്. പക്ഷേ ക്രിസ്തുവിൻ്റെ മർമ്മം ദൈവം ദൂതന്മാർക്കല്ല വെളിപ്പെടുത്തിയത്. ആർക്കാണ് വെളിപ്പെടുത്തിയത്? സഭയ്ക്കാണ്. ഇപ്പോൾ അതാ ദൂതന്മാരറിയണമെങ്കിൽ, സ്വർഗത്തിലെ വാഴ്ചകളാ ദൂതന്മാരറിയണമെങ്കിൽ പോലും അവൻ എവിടുന്ന് ഇത് പഠിക്കാൻ പറ്റുള്ളൂ? സഭയിൽ നിന്നേ പഠിക്കാൻ പറ്റുള്ളൂ. ക്രിസ്തുവിനെ ഉയിർപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുത്തി സർവത്തെ അവൻ്റെ കാൽ കീഴാക്കി ദൂതന്മാർക്കല്ല ക്രിസ്തുവിനെ കൊടുത്തത്. ആർക്കാ കൊടുത്തിരിക്കുന്നത്? സഭയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ മർമ്മം സഭ മുഖാന്തരമാണ് സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും വെളിപ്പെട്ട് കിട്ടുന്നത്. അവിടെ 3-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും ആകെയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ചർച്ചിനെ കുറിച്ചുള്ള ആ ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ ദൈവവും സഭയും തമ്മിലുള്ള ബന്ധത്തിൽ ഈ വാക്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഒറ്റ വായനയിൽ അതെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ നമ്മളിപ്പോൾ മൊത്തമായിട്ട് നമുക്ക് പഠിക്കാനുള്ള സമയം, അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. പേർ വരിക, അതൊരു പേര് കിട്ടുകയാണ്. അവിടെ പറയുന്നൊരു കാര്യമാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ. പേര് വരുന്നത് എപ്പോഴാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേര് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പേര് കിട്ടുന്നത് എപ്പോഴാണ്? വെൻ വി ആർ ബോൺ വി ഗെറ്റ് എ നെയിം. ഞാൻ ജനിക്കുമ്പോൾ എനിക്കൊരു പേര് കിട്ടുന്നു. ആൻഡ് ഐ ഗെറ്റ് എ നെയിം ഓഫ് മൈ ഫാദർ. എൻ്റെ പിതാവിൻ്റെ പേര് കിട്ടുന്നു. ഐ എം സാജു ജോൺ മാത്യു. മാത്യു എൻ്റെ ഫാദറാണ്, മാത്യു. എന്നാൽ അല്ലെങ്കിൽ ഒരു പേര് കിട്ടുന്നത് വെൻ വി ഗെറ്റ് മാരീഡ്. നമ്മൾ കല്യാണത്തിൻ്റെ സമയത്താണ്. ജെസ്സിയുടെ പേര് ജെസ്സി സാജു എന്നാണ്.
അത് സാജുവിനെ കിട്ടിയതുകൊണ്ടാണ് ജെസ്സി സാജു എന്നുള്ള പേര് കിട്ടിയത്. അപ്പോൾ ഈ റിലേഷൻ എന്തുണ്ടാക്കുന്നു? ഒരു പുതിയ പേര് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും എന്താണ്? പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ, അതായത് ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് ഈ വീണ്ടും ജനനം. നമ്മുടെ വീണ്ടും ജനനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുൻ നിയമനമാണ്. അവിടെ നമുക്ക് എന്ത് ലഭിക്കുന്നു? വി ഗെറ്റ് എ നെയിം. അതുപോലെ തന്നെ കർത്താവിൻ്റെ മണവാട്ടിയായി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പേരിൻ്റെ സർനെയിം ആരുടെ പേരാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്? യേശുവിൻ്റെ പേരാണ് കിട്ടിയിരിക്കുന്നത്. വി ഗെറ്റ് ദ നെയിം ഓഫ് ജീസസ് വെൻ വി ഗെറ്റ് ദ നെയിം ഓഫ് ഗാഡ്. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നപ്പോൾ ദൈവത്തിൻ്റെ പേര് സർനെയിമായിട്ട് നമുക്ക് കിട്ടി. ആൻഡ് വെൻ വി ആർ ബിക്കമിങ് ഹിസ് ബ്രൈഡ്, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയായി തീരുമ്പോൾ യേശുവിൻ്റെ പേര് നമുക്ക് കിട്ടുകയാണ്. അപ്പൻ്റെ പേര് മകന് കിട്ടുന്നത് പോലെ, ഭർത്താവിൻ്റെ പേര് ഭാര്യയ്ക്ക് കിട്ടുന്നത് പോലെ. പിന്നെ അപ്പൻ്റെ പേര് കിട്ടിക്കഴിഞ്ഞാൽ, പേര് കിട്ടി എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, അപ്പൻ്റെ പേര് കളയരുത്. അപ്പോൾ പേര് കിട്ടുന്നത് നല്ലതാണെങ്കിലും പേര് കളയരുത്. നമ്മൾ പറയണം അവൻ അപ്പൻ്റെ പേര് കളയാനായിട്ട് എന്ന് പറയും. അങ്ങനെ പറയിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. പേര് കിട്ടിയാൽ എന്ത് ചെയ്യണം? നമ്മൾ അപ്പനെ പോലെ ജീവിക്കണം. അപ്പൻ്റെ പേര് കളയരുത്. എന്നാൽ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ 3-ാമത്തെ വാക്യത്തിൽ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, ഈ പേരൊക്കെ പുറമേ അല്ല കിട്ടുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ സാജു ജോൺ മാത്യു എന്നുള്ള പേര് പുറമേ മാറിയില്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാത്യു എന്നുള്ള പേര് പുറമേ മാറിയില്ല. വീണ്ടും ജനിക്കുന്ന ആൾ പുറമേ പേര് മാറ്റുന്നതിനകത്ത് മാത്രമൊന്നും അർത്ഥമില്ല. ഇതെല്ലാം ഡീല് ചെയ്യുന്നത് ഇന്നർ മാനുമായിട്ടുള്ള ബന്ധത്തിലാണ്, അകത്തെ മനുഷ്യനുമായിട്ട്. എൻ പ്രാണപ്രിയ നിൻ സ്നേഹമോർത്ത് എന്നുള്ളം നന്ദിയോടെ തുള്ളിടുന്നു. എൻ പ്രാണപ്രിയ നിൻ സ്നേഹമോർത്ത് എന്നുള്ളം നന്ദിയോടെ തുള്ളിടുന്നു. ിലെന്നെയും തേടി വന്നു, കാൽവരി മലയിൽ യാഗമായി. പാരിതിലെന്നെയും തേടി വന്നു, കാൽവരി മലയിൽ യാഗമായി. എൻ പാപം പോക്കുവാൻ വന്ന എന്റെ രക്ഷകൻ എത്രയോ കഷ്ടങ്ങൾ സഹിച്ചുവല്ലോ. എൻ പാപം പോക്കുവാൻ വന്ന എന്റെ രക്ഷകൻ എത്രയോ കഷ്ടങ്ങൾ സഹിച്ചുവല്ലോ. എൻ പ്രാണപ്രിയ നിൻ സ്നേഹമോർത്ത് എന്നുള്ളം നന്ദിയോടെ തുള്ളിടുന്നു. ശത്രുവിൻ കരങ്ങളിൽ നിന്നുമെന്നെ യാഗത്താൽ വിടുതൽ ചെയ്തുവല്ലോ. ശത്രുവിൻ കരങ്ങളിൽ നിന്നുമെന്നെ യാഗത്താൽ വിടുതൽ ചെയ്തുവല്ലോ. ഇത്ര വലിയത രക്ഷയെ നൽകിയ മറ്റൊരു രക്ഷകൻ ഇല്ലിതുപോ. ഇത്ര വലിയതാം രക്ഷയെ നൽകിയ മറ്റൊരു രക്ഷകൻ ഇല്ലിതുപോൽ. എൻ പ്രാണപ്രിയ നിൻ സ്നേഹമോർത്ത് എന്നുള്ള നന്ദിയോടെ തുള്ളിടുന്നു.